ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ലോർഡ്സിലാണ് മത്സരം നടക്കുക. ഇംഗ്ലണ്ട് ടീമിലേക്ക് സ്റ്റാർ പീസ് ജോഫ്ര ആർച്ചർ മടങ്ങിയെത്തി. ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ കളിച്ചേക്കും. നിഖിൽ കുമാർ ചേരുന്നു. വിവരങ്ങളുമായി നിഖിൽ, ഇന്ത്യയുടെ സാധ്യത എന്താണ്? അനിൽ നമ്പ്യാർ, തീർച്ചയായും ഈ ഒരു പരമ്പരയിലെ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് മത്സരമാണ് നാളെ ആരംഭിക്കുന്നത്. ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ 2 ടെസ്റ്റുകൾ അതിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം വിജയിച്ച ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് ഉള്ളത്. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടായിരുന്നു വിജയിച്ചതെങ്കിൽ രണ്ടാം മത്സരം ഇന്ത്യ ശക്തമായി തന്നെ വ്യക്തമായ ആധിപത്യത്തോടുകൂടി തന്നെ ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പരമ്പര ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇരു ടീമിനും വിജയം, നാളത്തെ മത്സരത്തിൽ നാളത്തോട് ആരംഭിക്കുന്ന മൂന്നാം ടെസ്റ്റിൽ വിജയം എന്തായാലും അനിവാര്യം തന്നെയാണ്. ഇനി ടീമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് അവരുടെ ടീമിനെ നാളത്തേക്കുള്ള ഒരു പ്ലേയിങ് 11 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം ജോഫ്ര ആർച്ചർ ടീമിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ്. 4 വർഷത്തിന് ശേഷമാണ് ആർച്ചർ ഇംഗ്ലണ്ട് ടീമിലേക്ക് മടങ്ങിയെത്തുന്നത്. 2021 ഇന്ത്യക്കെതിരെ അഹമ്മദാബാദിലാണ് അവസാനമായി ഒരു ടെസ്റ്റ് മത്സരത്തിൽ ആർച്ചർ കളിക്കുന്നത്. അതിനുശേഷം 4 വർഷത്തിനിപ്പുറം ആർച്ചർ ആ ടീമിലേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും മറ്റൊരു പ്രത്യേകത, ലോർഡ്സിലാണ് മത്സരം നടക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം ഇംഗ്ലണ്ട് ടീമിനെ പൂർണ്ണമായും ഈ ഒരു ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാക് റോളി തന്നെയാണ് മൂന്നാം ടെസ്റ്റിലും ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണറായി അവർ നിലനിർത്തിയിട്ടുള്ളത്. ഒപ്പം ഓപ്പണർ ജേക്കബ് ബേദലിന് അവസരം നൽകും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയകരമായ മറ്റൊരു കാര്യം. ഇനി ഇന്ത്യൻ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാത്തിരുന്നത് പോലെ തന്നെ നാളത്തെ മത്സരത്തിൽ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് ടീമുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് കഴിഞ്ഞ മത്സരത്തിൽ ചില പരിക്കുകൾ മൂലം ടീമിൽ കളിക്കാതിരുന്ന ബുംറ ടീമിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം സിറാജും കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ആരെ ടീമിൽ നിന്ന് പ്ലേയിങ് 11 നിന്ന് ഒഴിവാക്കും എന്നൊരു വലിയ ചോദ്യം തന്നെയുണ്ട്. കാരണം ബുംറ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. പകരം സിറാജ് ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ടീമിനെ വിജയത്തിൽ നിർണായകമായ പ്രകടനം സിറാജിൻ്റെ ഭാഗത്തുനിന്ന്. ഒപ്പം ആകാശ് ദീപിൻ്റെ പ്രകടനവും കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് നിർണായകമായിട്ടുണ്ട്. അപ്പോൾ ബോളിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യ കുറച്ചുകൂടി ബുംറയുടെ വരുമ്പോൾ കുറച്ചുകൂടി ശക്തമാകുമെങ്കിലും ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നായകൻ ശുഭ്മാൻ ഗിൽ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം ഈ ഒരു 2 മത്സരങ്ങളിൽ നിന്ന് തന്നെ 500-ന് മുകളിലേക്ക് സ്കോർ കണ്ടെത്താൻ ശുഭ്മാൻ ഗില്ലിന് സാധിച്ചിട്ടുണ്ട്. തകർപ്പൻ ഫോമിലാണ് ശുഭ്മാൻ ഗില്ലുള്ളത്. ഒപ്പം മറ്റു താരങ്ങളൊക്കെ തന്നെയും മികച്ച ബാറ്റിങ്ങിലായാലും മികച്ച ഫോമിൽ തന്നെ തുടരുന്നു. എന്തായാലും ടീം ഇന്ത്യക്ക് വളരെ വലിയ ആത്മവിശ്വാസം എന്തായാലും നൽകുന്നുണ്ട്. ഒപ്പം ഈ ഒരു നിർണായകമായ മൂന്നാം മത്സരം അത് നാളെ ലോർഡ്സിൽ നടക്കും. അനിൽ നമ്പ്യാർ, ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ലോർഡ്സിലാണ് മത്സരം നടക്കുക. ഇംഗ്ലണ്ട് ടീമിലേക്ക് സ്റ്റാർ പീസ് ജോഫ്ര ആർച്ചർ മടങ്ങിയെത്തി. ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ കളിച്ചേക്കും. നിഖിൽ കുമാറാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.